ഹായ് എല്ലാവരും ചായയെല്ലാം കുടിച്ചോ? എനിക്ക് നല്ല സുഖൂലാന്ന് പനിയോ എന്തല്ലോ വരുത്തൂപ്പ കണ്ണുമിടലെന്തോ മാതിരിയില്ലേ. അതുകൊണ്ട് ഒരു ഉസാറേ ഇല്ല ഇന്ന്. അപ്പൂലേ ഇന്ന് ഞാൻ എന്താക്കി കഞ്ഞിക്ക് മുരിങ്ങാച്ചപ്പില വറവാക്കാലോ ഉദ്ദേശിച്ചത് കണ്ടോ. മുരിങ്ങാച്ചപ്പില ഇത് ഞാനില്ലേ മിഞ്ഞാന്ന് വീട്ടിൽ പോയിട്ടാകുമ്പോൾ ആടുന്ന് പറിച്ചിട്ട് കൊണ്ടുവന്നത്. ഞാൻ വിചാരിച്ചത് പൊട്ടായി പോകുന്നു. ഞാൻ എന്താക്കി അറിയോ, ഒരു കൊട്ടയിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചുപ്പാ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതാ ഇപ്പം എടുക്കുന്നത്. ഞാൻ വിചാരിച്ച പറ്റി ഉതിർന്നിട്ടെല്ലാം പോയിട്ടുണ്ടാവുന്നു. ഒന്നായിട്ടാന്ന് അതേപോലെയുണ്ട്. അപ്പം ഇത് വറുക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോലേ നിങ്ങൾ ഈ കമൻറ്റിലില്ലേ ഞാൻ ഒരു കറി വെക്കുന്നതെല്ലാം ഞാനിങ്ങനെ പറയില്ലേപ്പാ. അപ്പം ഈ പറയുമ്പോൾ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ കറി വെക്കുന്ന അതേ സാധനം നിങ്ങളും കറി വെക്കുന്നത് എനിക്ക് പറഞ്ഞു തരണം കേട്ടാ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവല്. അപ്പം നിങ്ങൾ വെക്കുന്ന മാതിരി തന്നെ ഞാനും വെച്ച് നോക്കും കറി അല്ലേ, അങ്ങനെ ആക്കണം. അപ്പം നിങ്ങൾ എനിക്ക് കമൻറ്റിൽ പറഞ്ഞു തരണം കേട്ടാ. അപ്പോലേ ഞാൻ ഇന്ന് എന്തെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ മുരിങ്ങാച്ചപ്പില ഇല്ലേ വറുക്കുന്നത്, പിന്നെ അപ്പോൾ ചക്കക്കുരു ഇട്ടിട്ടും വെക്കലുണ്ട്. ചക്കക്കുരുല്ലേ അതിട്ടിട്ട് മുരിങ്ങാച്ചപ്പില കറി വെക്കലുണ്ട്, ഇട്ട് അമ്മയെല്ലാം വെക്കലുണ്ട്. അപ്പം ഞാനില്ലേ അതങ്ങനെയെന്ന് പിന്നത്തെ വീഡിയോയിൽ പറയാം. ഇപ്പം ഞാനിത് വറുക്കുന്നത്. അപ്പം ഇതങ്ങനെ വറുക്കലറിയോ, ഇത് പിന്നെ തൊല്ലിയിടും. ഇങ്ങനെ തൊല്ലൂലേ ഇങ്ങനെ നല്ല ബണ്ണാത്തനം എന്തോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തൊല്ലിയിട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുപ്പാ. എന്നിട്ട് ആ പാത്രത്തിലിട്ടിട്ട് നല്ല പാങ്ങിൽ കവും വെള്ളവും പൊറന്നിട്ട് കവും. എന്നിട്ട് കവിയിട്ട് ഒരു പാത്രം തീമാക്കും. എന്നിട്ട് ഒരു പാത്രം തീമാച്ചിട്ട് എന്താക്കുന്ന പറഞ്ഞാൽ അതിൽ എണ്ണ പോരും. അപ്പോൾ ഞാൻ കടുവൊന്നും ഇടയില്ല. ഈ പിന്നെ മുരിങ്ങച്ചപ്പില വറുക്കുന്നതിൽ കടുവിടയില്ല. അപ്പോൾ എണ്ണ പൊറന്നിട്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അരിയില്ലേ, പച്ചരിയോ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന വെളുത്തരിയോ അത് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കും. അപ്പോൾ അത് മൂക്കൂലേപ്പാ. അപ്പോൾ അത് മൂത്തിട്ടാകുമ്പോൾ അതിലേക്ക് എന്താക്കും പറഞ്ഞാൽ കുഞ്ച പറങ്കളില്ലേ, ചോന്ന പറങ്കൾ, ആ പറങ്കളത്തേക്ക് ഇടും. പിന്നെ വെളുത്തുള്ളി കുഞ്ചത് ഇട്ടിട്ട് അതും ഇങ്ങനെ ഇളക്കും. അപ്പോൾ അത് മൂക്കൂലേപ്പാ. അപ്പം മൂക്കുമ്പോൾ എന്താക്കും പറഞ്ഞാൽ ഈ മുരിങ്ങാച്ചപ്പില അത് പിന്നിട്ട് അത് കവിയിട്ട് അവിടെ വെച്ചിട്ടേ അത് അതിലത്തേക്ക് എടുത്തിടും. എന്നിട്ട് എടുത്തിട്ട് നല്ല പാങ്ങിൽ ഇളക്കിക്കൊണ്ട് വെക്കും. എന്നിട്ട് അതിന് ഉപ്പിടും. മുകളിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് വെള്ളവും കുടയും ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് പിന്നെ പൊത്തി വെക്കും. പൊത്തി വെക്കുമ്പോൾ എന്താക്കും പറഞ്ഞാൽ തീ കുറച്ച് വെക്കും. ആ തീ കുറച്ച് വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഇങ്ങനെ തികര വെള്ളം ഇങ്ങനെ ഉറ്റൂലേ. അപ്പോൾ ആ വെള്ളം ഇട്ടിട്ടാകുമ്പോൾ അതിൽ തന്നെ ബവും. ആ ബന്തിട്ട് അതിലത്തെ വെള്ളം പറ്റുമ്പോൾ അതിലെന്താക്കും പറഞ്ഞാൽ തേങ്ങ ചേരിയിട്ട് ഒരു ചിലപ്പോൾ തേങ്ങയും ചേരിയിട്ട് ഇട്ടിട്ട് ഇളക്കും. ഇങ്ങനെ ഇളക്കിയിട്ട് എല്ലാം ഒതുക്കും. അപ്പോൾ മഞ്ഞപ്പൊടി ഇടണം കേട്ടോ. ആ മഞ്ഞപ്പൊടി ഇടാൻ പറയാൻ മറന്നുപോയി. അതിന് മഞ്ഞപ്പൊടി ഇടണം. എന്നിട്ട് ഒതുക്കും. ഒതുക്കി കഴിഞ്ഞിട്ട് എന്താക്കുന്ന പറഞ്ഞാൽ കുറച്ചതിന് മുകളിൽ വെളിച്ചെണ്ണ അതേ പോരും. അപ്പോൾ നല്ല മണം വരും. അപ്പം നല്ല മുരിങ്ങാച്ചപ്പില വറവായി.